നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണത്തിന് അഘോരി സ്വാമിമാർ എത്തിയതിൽ പരിഹാസവുമായി മന്ത്രി വി ശിവൻകുട്ടി. സ്വാമിമാരെ കണ്ടാൽ കുട്ടികൾ പേടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിലാണെങ്കിൽ 23 സ്കൂളുകളുണ്ട്. സ്കൂൾ സമയത്ത് ഈ സ്വാമിമാർ ഇറങ്ങി നടന്നാൽ പിള്ളേര് പേടിച്ചു പോകില്ലേ? അവർക്ക് അവരുടേതായ അംഗീകാരവും വിശ്വാസവും ഉള്ളവരാണ്. എല്ലാത്തിനും ഒരു പരിമിതിയുമില്ലേ? BJP സ്ഥാനാർത്ഥി എന്തൊക്കെയോ കാണിക്കുന്നത്? കേരളത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇതൊരു പ്രത്യേക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമല്ലേ? അത് UP-യിലൊക്കെയാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഈ ടൈപ്പ് സ്വാമിമാർക്ക് ഇവിടെ വോട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി CPM നിലപാട് സ്വീകരിച്ചെന്ന KS ശബരിനാഥിന്റെ വാദം ബാലിശമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖരനെ അനുഗ്രഹിക്കാൻ അഘോരി സന്യാസി എത്തിയത്. നെടുങ്കാട് ഭവന സന്ദർശനത്തിനെത്തിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് അഘോരി എത്തിയത്. 2 സന്യാസിമാരും ഒപ്പമുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ തലയിൽ കൈവച്ച് അഘോരി അനുഗ്രഹിച്ചു. കാശിയിൽ തപസ്സിലായിരുന്നുവെന്നും ക്ഷേത്ര ദർശനത്തിനായും BJP സ്ഥാനാർത്ഥികളെ അനുഗ്രഹിക്കുന്നതിനായും കേരളത്തിലെത്തിയതാണെന്നും ഒപ്പമുണ്ടായിരുന്ന സന്യാസിമാർ പറഞ്ഞു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് തങ്ങളെ അയച്ചതെന്നായിരുന്നു സന്യാസിമാരുടെ അവകാശവാദം.